പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ ജീർണിച്ച മൃതദേഹം പുരുഷന്റേതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടതുകാലിന് അംഗവൈകല്യമുള്ള മധ്യവയസ്കനാണെന്നും കൊലപാതകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാരിയേലിൽ ആഴത്തിലുള്ള കുത്തേറ്റിട്ടുണ്ട്. തലയ്ക്കും മുറിവേറ്റിട്ടുണ്ട്. വാരിയേലിനും തലയ്ക്കുമേറ്റ മുറിവാണ് മരണകാരണം. പിച്ചാത്തി ഉപയോഗിച്ചാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത്. മൃതദേഹത്തിന് 5 ദിവസം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മരിച്ചയാളിനെ തിരിച്ചറിയുന്നതിനായി അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പുനലൂർ പോലീസിൽ അടുത്തിടെ ഇത്തരത്തിലുള്ള മാൻ മിസ്സിംഗ് കേസുകളില്ല. ഇത് സംബന്ധിച്ച് മറ്റു സ്റ്റേഷനുകളിലും അറിയിപ്പ് നൽകി മൃതദേഹത്തിന്റെ കഴുത്തിൽ നിന്നും കണ്ടെടുത്ത സ്വർണ്ണമാലയിൽ ഇത് വാങ്ങിയ കടയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു. മൃതദേഹം ആദ്യം കണ്ട തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ പരിസരത്തുള്ള ചിലരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. പരിശോധനയ്ക്കെത്തിയ പോലീസ് നായ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും മണം പിടിച്ച് വന്മള ഭാഗത്ത് വരെ എത്തി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കാട് മൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടം മുഴുവൻ അന്വേഷണ സംഘം പരിശോധിച്ചു. പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ചങ്ങലയിലെ പൂട്ടിന്റെ താക്കോൽ കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തി. സമീപത്ത് പരിശോധന നടത്തിയെങ്കിലും താക്കോൽ ലഭിച്ചിട്ടില്ല. അതേസമയം മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റെവിടെയോ നിന്നും മുക്കടവിലെ തോട്ടത്തിലെത്തിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കൊല ചെയ്തതാണോ അതല്ല കൊന്ന ശേഷം ചങ്ങലയിൽ ബന്ധിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലേ ഇത്തരമൊരു കൊലപാതകം നടത്താൻ കഴിയുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.